നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്ന് സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം സ്നേഹ സൗഹാർദ്ദ സംഗമം ഇരിങ്ങത്ത് സംഘടിപ്പിച്ചു. RJD സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ പര്യാപ്തമായ വ്യവസ്ഥിതിയുള്ള സംസ്ഥാനം കേരളം മാത്രമാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ പറഞ്ഞു. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. അമിതമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുട്ടികളെ ക്രിമിനൽ മൈൻഡിലേക്ക് ബോധപൂർവം തള്ളിവിടുകയാണ്. തങ്ങളുടെ കുട്ടികളിൽ നിന്ന് തന്നെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് അമ്മമാരും സഹോദരിമാരും വീടുകളിൽ ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന സാഹചര്യങ്ങൾ ചില ഇടങ്ങളിലുമുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിച്ചു നിർത്താൻ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രതിരോധം തീർക്കാൻ യോജിച്ച കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം ഇരിങ്ങത്ത് ഗ്രീനോക്ക് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്നേഹസൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏത് മതവും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് നൽകുക. മതങ്ങളെ പേര് പറഞ്ഞ് സമൂഹത്തെ വിഭജിക്കലല്ല ശരിയായ രീതി. മറിച്ച് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മളുടെ രാജ്യമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കേണ്ട ഒരു രാജ്യത്ത് വിപരീതമായി സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്നത് ശരിയായ രീതിയല്ല. സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധമായ ഈ പുണ്യമായ റമദാൻ മാസത്തിൽ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം നടത്തിയ ഈ കൂട്ടായ്മ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പഠനകേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷനായി. അബൂബക്കർ സഖാവി വെണ്ണക്കോട് റംസാൻ സന്ദേശം നൽകി. റമദാനിലെ നോമ്പ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു മാസം മുഴുവനും നോമ്പെടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമായ നോമ്പാണ്. അതേസമയത്ത് ഐച്ഛികമായ കർമ്മമായി നോമ്പിനെ മാസത്തിൽ 3 തവണ 3 ദിവസം നോമ്പെടുക്കൽ ഐച്ഛികമായ കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതെ. തിരുവനന്തപുരം തപോവനം ആശ്രമത്തിലെ സ്വാമി വിശുദ്ധ ചൈതന്യ ദിക്കിലും പോയിട്ടുണ്ട്. എന്നാൽ ഇത്രയും നല്ല ഒരു ദേശം ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ് പറയുന്നത്. ഞാൻ സത്യത്തിൽ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എന്താണ് ഹിന്ദുത്വം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈശ്വരനെ ഭജിക്കുക എന്നുള്ളത്. ഫാദർ MM മാത്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര അനുഗ്രഹമാണ്. അവിടെയല്ലോ ശാശ്വതമായ ജീവനും അനുഗ്രഹവും ഉള്ളത് എന്ന് വിശുദ്ധ ബൈബിളിലെ വാക്കുകളെ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. മുൻ മന്ത്രി CK നാണു, തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരീഷ്, MK ഭാസ്കരൻ, സംവിധായകൻ വിനീഷ് ആരാധ്യ, സാഹിത്യകാരൻ ചന്ദ്രശേഖരൻ തിക്കോടി, സൈഫുള്ള മദനി, NK വത്സൻ, സലീം മടവൂർ, PK പ്രവീൺ, K ലോഹിയ, P മോനിഷ, TM രാജൻ, KV വിനീതൻ, അഷ്റഫ് വള്ളോട്ട്, എടയത്ത് ശ്രീധരൻ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, ജയൻ പ്രേംവാസിൻ, C സുജിത്ത്, PC നിഷാകുമാരി, നിഷാദ് പൊന്നങ്ങണ്ടി, CD പ്രകാശ്, PC സതീഷ്, KT രതീഷ്, മധു മാവുള്ളാട്ടിൽ, OM രാധാകൃഷ്ണൻ, വള്ളിൽ പ്രഭാകരൻ, ശശി T കക്രമുക്ക്, KV ഷിജു, ശ്രീജ മാവുള്ളാട്ടിൽ, നജില അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.